ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ എങ്ങനെയാണോ ഹാഷറൻ ടീമിനെ കണ്ടിരിക്കുന്നത് അതിന്റെ എക്സ്ട്രീം ലെവലാണ് അവർ ബിഗ് സ്ക്രീനിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ ഇതുവരെ കണ്ടത് വെറും സാമ്പിൾ മാത്രമായിരുന്നു. റീലിൽ കണ്ടതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഹൈ വോൾട്ടേജ് പെർഫോമൻസ് ആണ് അവർ ഈ പടത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. നമ്മൾ ഇൻസ്റ്റേ കാണുമ്പോൾ ചിലപ്പോൾ ഹാഷറായിരിക്കും സ്കോർ ചെയ്യുന്നത്, പക്ഷേ ഇവിടെ 4 പേരും ഒപ്പത്തിനൊപ്പം നിന്ന് തകർത്തു വാരി എന്ന് തന്നെ പറയാം. ഇന്റർവെല്ലിനോട് എടുക്കുമ്പോൾ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. ആ ഫൈറ്റ് സീനൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവന്മാർ ചുമ്മാ അങ്ങ് പോകാൻ വന്ന പിള്ളേരല്ല. ഫസ്റ്റ് ഹാഫിന്റെ അവസാനം സ്കൂളിൽ വെച്ച് നടക്കുന്ന ഒരു ഇഷ്യൂവിന്റെ പുറത്ത് ഡിവൈഎസ്പി ആയിട്ട് വരുന്ന അൽഫോൺസ് പുത്രൻ ഒരു മെസ്സേജ് തരുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന കോമഡിയിലൂടെ അവതരിപ്പിച്ച ഒരു മെസ്സേജ്, ഇന്ന് സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മെസ്സേജ്. അതിപ്പോൾ സ്കൂളിങ്ങിലാണെങ്കിലും പാരന്റിങ്ങിലാണെങ്കിലും ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന പല പല പ്രശ്നങ്ങൾക്കാണെങ്കിലും ആ ഒരു 10 മിനിറ്റിനുണ്ട് എല്ലാ കാര്യങ്ങളും. നമ്മുടെയൊക്കെ ലൈഫിൽ ടീനേജിൽ നിന്ന് മാറി നമ്മളൊക്കെ അഡൽഹുഡിലേക്ക് എത്തുമ്പോൾ സംഭവിക്കുന്ന ഒരു ലാഗ് ഉണ്ടല്ലോ, ആ ഒരു ലാഗ് ഇതിന്റെ ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ലൈഫ് ഒന്ന് സെറ്റിലാക്കാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് പെടാപ്പാടും അബ്രോഡ് പോയി എങ്ങനെയെങ്കിലും ലൈഫ് ഒന്ന് കൈപ്പിടിയിൽ ഒതുക്കാമെന്ന ഇപ്പോഴത്തെ യുവാക്കളുടെ ചിന്തയും അതിന്റെ ഒരു മെസ്സേജ് ഒക്കെ ചേർത്ത് സത്യം പറഞ്ഞാൽ വെറും ഒരു എന്റർടൈൻമെന്റ് പടം മാത്രമല്ല, സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഇൻഫ്ലുവൻസിങ് മെസ്സേജ് ആണ് ഈ പടത്തിലൂടെ വാഴ 2 ടീം പറഞ്ഞു വെക്കുന്നത്. വാഴ ഫസ്റ്റ് പോലെ തന്നെ ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ ഇമോഷണലി നമ്മൾ വല്ലാണ്ട് ഡൗൺ ആയിക്കളയും. പ്രത്യേകിച്ച് നമ്മുടെ കൂടപ്പിറപ്പിനോടും നമ്മുടെ സഹോദരങ്ങളോടും അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണൽ ഡല്ലാക്കി കളയും. ഓവറോൾ പറയാനാണെന്നുണ്ടെങ്കിൽ വാഴ 1 എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു.